കോൺഗ്രസ് സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ വൃദ്ധ ദമ്പതികളുടെ കൃഷി നശിപ്പിച്ചതായി പരാതി. കോടതി ഉത്തരവ് മറികടന്ന് സംഘം വഴിവെട്ടിയതായും പരാതിയിൽ പറയുന്നു. മുട്ടറ ജലജ നിവാസിൽ വിജയൻ പിള്ളയാണ് മുട്ടറ പൂവക്കോണത്ത് മേലേതിൽ സുദേവനെതിരെ കൊട്ടാരക്കര റൂറൽ എസ്.പിക്കും കൊട്ടാരക്കര CIക്കും പരാതി നൽകിയിരിക്കുന്നത്. 20 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്ത ചേന, ചേമ്പ്, മരച്ചീനി എന്നിവയാണ് നശിപ്പിച്ചത്. വിജയൻ പിള്ളയ്ക്കും ഭാര്യയ്ക്കുമെതിരെ വർഷങ്ങളായി നടന്നുവരുന്ന മാനസിക പീഡനത്തെ തുടർന്ന് സുദേവനെതിരെ കൊട്ടാരക്കര റൂറൽ എസ്.പിക്ക് പരാതി നൽകിയതിന്റെ പ്രതിഷേധമായാണ് വസ്തുവിൽ അതിക്രമിച്ചു കടന്ന് കൃഷി നശിപ്പിച്ചതെന്നും വഴിവെട്ടാൻ ശ്രമിച്ചതെന്നുമാണ് വിജയൻ പിള്ള പറയുന്നത്. നിരവധി തവണ ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. വസ്തുവിലൂടെയുള്ള പ്രവേശനം നിരോധിച്ച് 2008 ജനുവരി 17 കൊട്ടാരക്കര മുൻസിഫ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇത് ലംഘിച്ചാണ് നാശനഷ്ടങ്ങൾ വരുത്തിയതത്രേ. വസ്തുവിൽ കയറിയ സുദേവൻ ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു. വളരെ കാലം കൊണ്ട് നമ്മുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയാണ്. ഇതിൽ നിരോധന ഉത്തരവുള്ള ഭൂമിയാണ്. ഇതിനകത്ത് നിരന്തരം രാത്രികാലങ്ങളിലും മദ്യപിച്ചതിന് ശേഷം പോവുകയും ശല്യം ചെയ്യുകയും ഇന്നലെ കയറി അതിക്രമിച്ച് കയറുന്ന നമ്മളുടെ കംപ്ലീറ്റ് കൃഷി നശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വടി ഈ രീതിയിലുള്ള ആയുധങ്ങളുമായിട്ടാണ് സാധാരണ രീതിയിൽ ഇതിൽ യാത്ര ചെയ്യുകയും നമ്മളെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത്. എൻ്റെ അച്ഛനും അമ്മയും മാത്രം ഇവിടെ താമസിക്കുന്നവരാണ്. അവർ മാത്രം 2 പേര് മാത്രമേ ഉള്ളൂ താമസിക്കുന്നത്. 75 വയസ്സായുള്ള അച്ഛനാണ്. നിരന്തരമായിട്ട് കള്ളക്കേസിൽ കൊടുക്കുക നിരന്തരമായിട്ട് അവരുടെ ഒരു പതിവാണിത്. ലൈവ് വാർത്ത, കൊട്ടാരക്കര.